ഇങ്ങനെ അമ്മിക്കല്ല് കൊത്തിയും ടെലിഫോൺ കേബിളിന് കുഴിയെടുത്തും 30,000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് മലയാളികളുടെ ഒരു ദിവസം പാകപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷേ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ എന്നും ക്രൂരത മാത്രമാണ് മലയാളി ഇവർക്ക് തിരിച്ചു നൽകിയിട്ടുള്ളത്. ഒരു നേരത്തെ ആഹാരത്തിനായുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്ത്രീകൾക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് ഇവർ അറിയാറില്ല. അങ്ങനെയൊന്നുണ്ടെന്ന് ഇവരെ അറിയിക്കാൻ ആരും തയ്യാറുമല്ല. ബാലവേലയ്ക്കെതിരെ വാളെടുക്കുന്നവർ റോഡരികിൽ തഴമ്പ് കെട്ടുന്ന കുഞ്ഞു കൈകളെ കാണാറുണ്ട്. പക്ഷേ കണ്ടതായി ഭാവിക്കാറില്ല. ഇത്തരമൊരു അരക്ഷിതാവസ്ഥയാണ് പ്രായമോ വലിപ്പമോ നോക്കാതെ കാമവെറിയന്മാരെ നാടോടികളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഇവരും നമ്മുടെ സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമാണെന്ന് സാംസ്കാരിക സംഘടനകളും നിയമപാലന സംവിധാനങ്ങളും മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യത്വരഹിതമായ ധാർമ്മിക മൂല്യങ്ങൾക്കൊട്ട് നിരക്കാത്തതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അധികരിച്ചു വരുന്നു. ഇതിനെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ ജനപക്ഷത്തുനിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വിളിച്ചു പറയാൻ ഒരു മേൽവിലാസമില്ലാത്തത് കൊണ്ടാവാം ഈ പാവങ്ങളുടെ ദുരിതത്തിൽ ഇടപെടാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനെയും കാണാറില്ല. മനുഷ്യാവകാശ ധ്വംസനമെന്ന് വിലപിക്കാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരെയും കാണാറില്ല. ആരുമില്ലാത്തവന് ദൈവം തുണയെന്ന വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുകയാണിവർ. ക്യാമറാമാൻ ഡാറ്റിസിനോടൊപ്പം മലപ്പുറത്ത് നിന്നും സൈഫുദ്ദീൻ PC, മീഡിയ 1.